യമൻ തീരത്തു നിന്നും സായുധ സംഘം എണ്ണക്കപ്പൽ റാഞ്ചി. യമന്റെ തെക്കൻ തീരപ്രദേശത്ത് വെച്ച് സായുധരായ ഒരു സംഘം എണ്ണക്കപ്പൽ തട്ടിയെടുത്തതായാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. MT യുറീക്ക എന്ന കപ്പലാണ് സൊമാലിയയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാർ എന്ന് സംശയിക്കുന്ന സംഘം കൈക്കലാക്കിയത്. യമനിലെ ഷബ്വ പ്രവിശ്യയ്ക്ക് സമീപം വെച്ചാണ് ഈ സംഭവം നടന്നത്. കപ്പൽ നിലവിൽ സൊമാലിയൻ തീരം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും സുരക്ഷാ സ്ഥിതിഗതികൾ വീണ്ടും ചർച്ചയാവാൻ കാരണമായിരിക്കുകയാണ് ഈ സംഭവം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹൂതി വിമതർ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഈ നീക്കം സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ തിരിച്ചുവരവാണോ എന്ന സംശയത്തിലേക്കാണ് അധികൃതർ എത്തിച്ചിട്ടുള്ളത്. കപ്പൽ തട്ടിയെടുത്ത ഉടൻ തന്നെ അത് സൊമാലിയൻ സമുദ്ര അതിർത്തിയിലേക്ക് തിരിച്ചുവിട്ടത് ഈ സംശയത്തിന് ബലം നൽകുന്നുണ്ട്. 18,500 ബാരൽ എണ്ണയുമായി പോയ ഹോണർ 25 കപ്പൽ ഏപ്രിൽ 22-ന് സൊമാലിയൻ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതേ മേഖലയിൽ 10 ദിവസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ തട്ടിയെടുക്കലാണ് നിലവിൽ നടന്നിട്ടുള്ളത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ടോഗോയുടെ പതാക വഹിക്കുന്നതാണ് MT യുറേക്ക എന്ന കപ്പൽ. ഇന്ന് പുലർച്ചെയാണ് കപ്പൽ തട്ടിയെടുത്തത്. കപ്പലിൽ എത്ര ജീവനക്കാരുണ്ടെന്നോ അവർ ഏത് രാജ്യക്കാരാണെന്നോ ഉള്ള ഔദ്യോഗിക വിവരങ്ങൾ ഉടമസ്ഥർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും സായുധ സംഘം കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തതായാണ് നാവിക സുരക്ഷാ ഏജൻസികൾ നൽകുന്ന സൂചന. അന്താരാഷ്ട്ര നാവിക സേനകളും പ്രാദേശിക സുരക്ഷാ വിഭാഗങ്ങളും കപ്പലിന്റെ സഞ്ചാരപഥം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഏദൻ ഉൾക്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന് ഈ സംഭവം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സൊമാലിയൻ കടൽക്കൊള്ള വർഷങ്ങൾക്ക് മുൻപ് വലിയ പ്രതിസന്ധിയായിരുന്നു എങ്കിലും ഇടക്കാലത്ത് അത് കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരം റാഞ്ചലുകൾ നടക്കുന്നത് ആഗോള വിപണിയെയും എണ്ണ വിതരണത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. കപ്പൽ വീണ്ടെടുക്കുന്നതിനായുള്ള നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളും സുരക്ഷാ നീക്കങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. 2011 ശേഷം സൊമാലിയൻ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ 2023 മുതൽ വീണ്ടും സൊമാലിയൻ കൊള്ള സംഘത്തിന്റെ ആക്രമണം മേഖലയിൽ വീണ്ടും തുടങ്ങിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച നിർണായകമായ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചു. ആണവ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ നിർദ്ദേശമാണ് ട്രംപ് തള്ളിയത്. പാകിസ്ഥാൻ മധ്യസ്ഥനായി സമർപ്പിച്ച സമാധാന കരാറിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സംഘർഷം മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുപ്പമേറിയ നാവിക ഉപരോധം പിൻവലിക്കുക. ഈ 2 നിബന്ധനകൾ പാലിച്ചതിന് ശേഷം മാത്രം ഔദ്യോഗികമായ ആണവ ചർച്ചകളിലേക്ക് കടക്കുക എന്നിങ്ങനെയായിരുന്നു അവ. കൂടാതെ അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന ഉറപ്പും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശവും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശങ്ങൾ തനിക്ക് ഒട്ടും തൃപ്തികരമല്ലെന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉടനടി നിർത്തലാക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് വാഷിംഗ്ടൺ. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചു. നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $111 മുകളിൽ എത്തിയിരിക്കുകയാണ്. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇറാനും തങ്ങളുടെ സൈനികമായ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പാകിസ്ഥാൻ മുഖേനയുള്ള ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.